KSEBയുടെ ഇലക്ട്രിസിറ്റി ബിൽ കാൽക്കുലേറ്റർ എന്ന് ഗൂഗിളിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ലിങ്കിൽ കയറിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. ഈ ഇൻ്റർഫേസിൽ താരിഫ് എന്ന് പറയുന്നിടത്ത് LT1A എന്ന് തന്നെയാണ് വേണ്ടത്. LT എന്ന് പറഞ്ഞാൽ ലോ ടെൻഷൻ 1A താരിഫിൽ നമ്മൾ ചെയ്യുന്നു. ഡൊമസ്റ്റിക് ആണ് പർപ്പസ്. 1 മന്തിലേക്ക് മാറ്റുന്നു. ഇത് നമ്മളിപ്പോൾ ഒരു കാലം 100 യൂണിറ്റ്സിന് എത്ര ചാർജാണ് 1 മന്തിൽ കിട്ടുക നമുക്ക് നോക്കാം. എനർജി ചാർജ് എന്ന് പറയുന്നത് 374 രൂപ 52 പൈസ. ഇനി നമ്മൾ ഇതേ 100 യൂണിറ്റ് ബൈ മന്ത്ലി, അതായത് 2 മാസത്തിന് കാൽക്കുലേറ്റ് ചെയ്യണം. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, LT1A ഡൊമസ്റ്റിക് തന്നെ, പക്ഷേ 2 മാസത്തിലേക്ക് മാറ്റുന്നു. നമുക്ക് ലഭിക്കുന്ന എനർജി ചാർജ് എന്ന് പറയുന്നത് 330 രൂപ 42 പൈസയാണ്. നമ്മളതിൻ്റെ സ്പ്ലിറ്റപ്പ് എടുക്കുമ്പോൾ കാണാവുന്നത് 100 യൂണിറ്റ്, അതായത് 2 മാസത്തിനാണ് 0 to 100 യൂണിറ്റിനാണ് അവിടെ കണക്കാക്കുന്നത്. അതായത് മന്ത്ലി നമ്മൾ 0 to 50 വെച്ചാണ് KSEB കണക്ക് തയ്യാറാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ താരിഫ് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ 2 മാസത്തിന് 0 to 50 എന്നുള്ളത് 0 to 100 ഇതിലേക്ക് മാറുന്നു. അപ്പോൾ 100 യൂണിറ്റ്സ് വരെ 3 രൂപ 35 പൈസയെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ പലരുടെയും തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് മാസത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഈ താരിഫ്, അതിപ്പോൾ ഉദാഹരണത്തിന് 0 മുതൽ 50 യൂണിറ്റ് വരെ 3 രൂപ 35 പൈസയാണ് KSEB നിശ്ചയിച്ചിരിക്കുന്ന പൈസ. എന്നാൽ 2 മാസത്തിൽ മീറ്റർ റീഡർ ബില്ല് എടുക്കുന്ന സമയത്ത് ഈ 3 രൂപ 35 പൈസ എന്ന് പറയുന്നത് അത് 6 രൂപ 70 പൈസയിലേക്ക് മാറുമോ എന്നുള്ള തെറ്റിദ്ധാരണ പലർക്കുമുണ്ട്. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ താരിഫ് ഗസറ്റ് പലർക്കും അറിയില്ല എന്നുള്ളത് കൊണ്ട് സംഭവിക്കുന്നതാണ്. എന്നാൽ ഇതൊരു കോമൺ ചോദ്യമായി കുറേ കാലങ്ങളിൽ വരുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തു എന്നുള്ളൂ. പിന്നെ താരിഫുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ മാസം തോറുള്ള റീഡിങ് ലാഭമോ നഷ്ടമോ എന്നതിലുപരി ഇതിൻ്റെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണെന്നും ഈ താരിഫ് ഗസറ്റ് എന്താണെന്നുള്ള ചെറിയൊരു ഐഡിയ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്.